നിസാരിത്യത്തിൽ മറയാം കൊതിയാണപ്പ കൊതിയാണപ്പ നിമിരങ്ങൾ ചെയ്യുവാൻ ആരെല്ലാം തള്ളിയാലും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മാറിയിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പ ആരെല്ലാം തള്ളിയാലും മേഘനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മാറിയിഷ്ടം നിറവേറ്റാൻ കൊതിയാണപ്പ 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 നിസാരിത്യത്തിൽ കൊതിയാണപ്പ കൊതിയാണപ്പ നിശിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പ കൊതിയാണപ്പ നിശിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പ കൊതിയാണപ്പ നിസാരിത്യത്തിൽ മറയാം കൊതിയാണപ്പ 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 ഒരു സാന്നിധ്യത്തിൽ മാറുന്നില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ മുഖ്യ വിദ്യാർത്ഥികളും പ്രദാസനും പൂർവ്വത്തിൽ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹമുണ്ട്. ബാലൻ നടക്കേണ്ട വഴിയെ നീ അഭ്യസിപ്പിക്കും. അവൻ വൃത്തനായാലും അത് വിട്ടുമാറിയില്ല. ഏതൊരു ചർച്ചയും ശക്തമായതും ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് സൺഡേ സ്കൂൾ മിനിസ്ട്രി. വളർന്നു വരുന്ന തലമുറയിൽ ചെറുപ്രായത്തിൽ ദൈവവചനം പഠിപ്പിക്കലും ദൈവരാജ്യത്തിന് കെട്ടുപിടിക്കും അവരെ വാർത്തെടുക്കുന്നത് സൺഡേ സ്കൂൾ വഹിക്കുന്നത് വളരെ സന്നാഹമുണ്ട്. കഴിഞ്ഞ ഒരു വർഷം നമ്മളെ നടത്തിയ ദൈവത്തിന് സർവമാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് 22/4/2024 മുതൽ 2/4/2025 വരെയുള്ള സൺഡേ സ്കൂൾ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു. വാർഷികം 21/4/2024 സൺഡേ സ്കൂൾ PVP സംയുക്ത വിശുദ്ധ ആരാധനയ്ക്ക് ശേഷമായി സംയുക്ത വർഷം പാസ്റ്റർ ഷിജുമോൻ ബിബിയുടെ മഹിമമായ അഭിഷേകം നടത്തപ്പെട്ടു. തുടർന്ന് സിസ്റ്റർ ജൂലി സ്വാഗതം ആശംസിക്കുകയും മുഖ്യ സന്ദേശം നൽകുന്നതിനായി നമ്മുടെ ഡിസ്ട്രിക്ട് മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന തോമസ് കടന്നു വരികയും യുവജനങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ആത്മീയ പ്രചോദനം നൽകുന്ന സന്ദേശം കൈമാറുകയും ചെയ്തു. അന്നേ ദിവസം വിവിധ പ്രോഗ്രാമുകൾ നടത്തപ്പെട്ടു. തുടർന്ന് സൺഡേ സ്കൂൾ PVPയിലെ വാർഷിക റിപ്പോർട്ടുകൾ വായിക്കുകയും കണക്കുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ദീർഘവർഷങ്ങളായി സൺഡേ സ്കൂൾ അധ്യാപകനും മാസ്റ്ററുമായി സേവനമനുഷ്ഠിക്കുന്ന നെൽസൺമാരെയും മൊമെന്റോ നൽകി ആദരിച്ചു. തുടർന്ന് എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളും ടീച്ചേഴ്സും സമ്മാനങ്ങൾ നൽകുകയുണ്ടായി. അഖിലറിയുകയും മാസ്റ്റർ തോമസ് ഫിലിപ്പിന്റെ ആശീർവാദത്തോടെ വാർഷിക പൊതുയോഗം പരിസമാപ്തി കുറിച്ചു. അർദ്ധവാർഷിക പരീക്ഷ 16/6/2024 സർക്കുലർ നിർദ്ദേശപ്രകാരം അർദ്ധവാർഷിക പരീക്ഷ നടത്തുകയുണ്ടായി. കുട്ടികളുടെ പഠന നിലവാരം വിലയിരുത്തി. ലോക്കൽ ടാലന്റ് പരിശോധന 30/6/2024 വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ലോക്കൽ ടാലന്റ് പരിശോധന നടത്തപ്പെടുകയുണ്ടായി. ഫസ്റ്റും സെക്കൻഡും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയവരെ സെൻട്രൽ ടാലന്റ് പരിശോധനയിൽ പങ്കെടുക്കുവാൻ അർഹരായി. സൺഡേ സ്കൂൾ സൺഡേ 14/7/2024 സൺഡേ സ്കൂൾ സൺഡേ ആചരിച്ചു. സൺഡേ സ്കൂൾ കുട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രിയ ആൻഡ് സാബു ഒരു ചെറിയ സന്ദേശം കുട്ടികൾക്ക് വേണ്ടി കൈമാറി. തിരഞ്ഞെടുപ്പ് 28/7/2024 വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നടന്ന ജനറൽ ബോഡി മിസസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും തൃശാൽപ്പാലം കണക്കുകൾ വായിക്കുകയും ചെയ്തു. പൊതുസഭയുടെ അനുവാദപ്രകാരം മുൻ കമ്മിറ്റി തുടരുവാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തെ പൊതുസഭ അംഗീകരിക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് ടാലന്റ് പരിശോധന
26/8/2024 അർമ്മമംഗലം എബനേസർ ചർച്ചിൽ വെച്ച് നടന്ന താലന്ത് പരിശോധനയിൽ 14 കുട്ടികളും 46 പോയിന്റോടുകൂടി നമ്മുടെ ചർച്ചിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. നമ്മുടെ ചർച്ചിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കുവാൻ യത്നിച്ച എല്ലാ ടീച്ചേഴ്സിനെയും കുട്ടികളെയും അഭിനന്ദിക്കുന്നു. സോണൽ സ്റ്റേറ്റ് തലങ്ങളിൽ താലന്ത് പരിശോധനയിൽ പങ്കെടുക്കുവാൻ നമ്മൾക്ക് സാധിച്ചത് അഭിനന്ദാർഹമാണ്. ടീച്ചേഴ്സ് ഡേ. സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഡേ കേരള സ്റ്റേറ്റ് അറിയിപ്രകാരം 1/9/2024 ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുകയും സൺഡേ സ്കൂൾ അധ്യാപക രംഗത്ത് 10 വർഷം തികച്ച ടീച്ചർ എന്ന അംഗീകാരത്തിന് സിസ്റ്റർ ഗ്രേസി നെൽസൺ അർഹയാക്കുകയും മെഡൽ നൽകി ആദരിക്കുകയും ചെയ്തു. വാർഷിക പരീക്ഷ. 10/11/2024 സൺഡേ സ്കൂളിന്റെ വാർഷിക പരീക്ഷ നടത്തുകയുണ്ടായി. 24/11/2024 റിസൾട്ട് വരികയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ടീച്ചേഴ്സിനെയും കുഞ്ഞുങ്ങളെയും തിരിക്കുകയും ചെയ്തു. പാസ്റ്റർ ഷിജുമോൻ ബിപിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഹെഡ് മിസ്റ്റേഴ്സ് ആയി സിസ്റ്റർ പി ജി ജോബിയും ട്രഷററായി സിസ്റ്റർ വി ജി ഷിജു സൺഡേ സ്കൂളിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു വരുന്നു. നിലവിൽ 10 ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 22 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബ്രദർ അഖിൽ, ബ്രദർ ലാഡ്സൺ ബാബു, സിസ്റ്റർ വിജി ഷിജു, സിസ്റ്റർ നാക്സി നെൽസൺ, സിസ്റ്റർ ലിനു, സിസ്റ്റർ ഷിജു രാജു, സിസ്റ്റർ നിസി നെൽസൺ, സിസ്റ്റർ വിജി ജോബി, സിസ്റ്റർ ജൂലി ഷെൽഫു, സിസ്റ്റർ ഗ്രേസി നെൽസൺ, സിസ്റ്റർ വിനീന സുജി എന്നിവർ അധ്യാപകരായി ക്ലാസുകൾ നയിക്കുകയും ചെയ്യുന്നു. പുതിയ അധ്യയന വർഷത്തിൽ 2 പുതിയ കുട്ടികൾ നമ്മുടെ സൺഡേ സ്കൂളിൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. 2/2/2025 സൺഡേ സ്കൂൾ PVT സംയുക്തമായി കമ്മിറ്റി കൂടി സംയുക്ത വാർഷികം ഇന്നേ ദിവസം കൂടുവാൻ തീരുമാനിച്ചു. 2/4/2025 കുറുത്തിയാട് എബനേസർ ചർച്ചിൽ വെച്ച് PVS നടത്തപ്പെട്ടു. നമ്മുടെ ചർച്ചിൽ നിന്നും 24 കുട്ടികളും 6 ടീച്ചേഴ്സും പങ്കെടുത്തു. അന്നേ ദിവസം ഡിസ്ട്രിക്ട് താലന്ത് പരിശോധനയിൽ സമ്മാനാർഹരായ കുട്ടികൾക്ക് ടീച്ചേഴ്സിനും ട്രോഫികൾ ലഭിച്ചു. നമ്മുടെ ചർച്ചിന് 1ാം സ്ഥാനം ലഭിച്ചതിനുള്ള ട്രോഫിയും ലഭിക്കുകയുണ്ടായി. നമ്മുടെ വരും തലമുറകളെ ദൈവിക വഴിയിൽ നടക്കുവാൻ അഭ്യസിപ്പിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്നതുകൊണ്ട് ഇതിന്റെ ലക്ഷ്യപ്രാപ്തിക്കായി ശ്രദ്ധ ചെലുത്തുന്ന പാസ്റ്റർ ഷിജുമോൻ ബിപിക്കും സൺഡേ സ്കൂൾ കമ്മിറ്റിക്കും അർപ്പണ മനോഭാവത്തോടും അവരുടെ കഴിവുകളും സമയങ്ങളും നൽകുന്ന ടീച്ചേഴ്സിനും അതോടൊപ്പം തന്നെ സൺഡേ സ്കൂളിന്റെ അവിഭാജ്യ ഘടകങ്ങളായ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളെ ആ കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്ന മാതാപിതാക്കൾക്കും സഭാംഗങ്ങൾക്കും കഴിഞ്ഞ ഒരു വർഷം നമ്മെ ജയോത്സവമായി നടത്തിയ ദൈവത്തിന് സർവമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സഭയോട് സമർപ്പിക്കുന്നു. ഫെബ്രുവരി 2023-2024 വാർഷിക റിപ്പോർട്ട്. ദൈവത്തിന്റെ മഹത്വം. ആഴത്തിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസത്തിലും മാതൃകയായിരിക്കും. 1 തിമോഥെയോസ് 4:12. കർത്താവിൽ പ്രിയരെ, അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലത്താണ് നാം ആയിരിക്കുന്നത്. നല്ല മാറ്റങ്ങൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വളർച്ച എല്ലാ മേഖലകളിലേക്കും പടർന്നു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൗവനകാലത്തിലുള്ള മാറ്റങ്ങളാണ്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് സഭാപ്രസംഗിയിൽ നാം വായിക്കുന്നത് പോലെ യൗവനക്കാർ തന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ അർപ്പിച്ചു മുന്നേറുന്നത് അത്യാവശ്യമാണ്. കർത്താവിന്റെ സേവനത്തിൽ യുവജനങ്ങൾക്ക് അവരുടെ താല്പര്യങ്ങൾ കൊണ്ടുവന്ന് തിരിച്ചറിയാനുള്ള വേദി ഒരുക്കുകയാണ് PVT ലക്ഷ്യപ്പെടുന്നത്. വാർഷികം. 21/4/2024 സൺഡേ സ്കൂൾ ആൻഡ് PVT സംയുക്ത വാർഷികം വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം പാസ്റ്റർ ഷിജുമോൻ ബിപിയുടെ അധ്യക്ഷതയിൽ കൂടുവാൻ ദൈവം സഹായിച്ചു. തുടർന്ന് സിസ്റ്റർ ജൂലി ഷൈജു സ്വാഗതം ആശംസിക്കുകയും മുഖ്യ സന്ദേശം അറിയിക്കുന്നതിനായി ഡിസ്ട്രിക്ട് മിനിസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ തോമസ് കടന്നു വരികയും ഡൽഹിയിലെ ദൈവവചനത്തെ കൈമാറുകയും ചെയ്തു. അന്നേ ദിവസം വിവിധ പരിപാടികൾ നടത്തപ്പെടുകയും സൺഡേ സ്കൂൾ PVT വാർഷിക റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും PVTയുടെ വരവ് ചെലവ് കണക്കുകൾ വായിക്കുകയും ചെയ്തു. അതിനുശേഷം ദീർഘവർഷങ്ങളായി അധ്യാപകനായും ഹെഡ് മാസ്റ്ററായും സേവനമനുഷ്ഠിച്ച ബ്രദർ നെൽസൺ മാത്യുവിനെ അന്നേ ദിവസം ആദരിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ സൺഡേ സ്കൂൾ കുട്ടികൾക്കും ടീച്ചേഴ്സിനും സമ്മാനങ്ങൾ നൽകുകയും
ബ്രദർ അഖിൽ വാസു കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പാസ്റ്റർ തോമസ് ഫിലിപ്പിന്റെ ആശീർവാദത്തോടെ വാർഷിക പൊതുയോഗം പര്യവസാനിച്ചു. ലോക്കൽ താലൂക്ക് പരിശോധന 7/9/2024 ശനിയാഴ്ച വൈകുന്നേരം 7 മണി മുതൽ 9:30 വരെ ലോക്കൽ താലൂക്ക് പരിശോധന ചർച്ചയിൽ വെച്ച് നടത്തുകയുണ്ടായി. ഫസ്റ്റ് സെക്കൻഡ് സ്ഥാനങ്ങൾ വ്യക്തമാക്കിയത് ഡിസ്ട്രിക്ട് താലൂക്ക് പരിശോധനയിൽ പങ്കെടുക്കുവാൻ അർഹരായിരുന്നു. PVPA ക്യാമ്പ് സെപ്റ്റംബർ 16, 17, 18 തീയതികൾ കൊല്ലകടവ് ഫെയ്ത്ത് ഹോം ക്യാമ്പ് സെന്ററിൽ മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ PVPA ക്യാമ്പ് നടന്നു. ആ ക്യാമ്പിൽ നമ്മുടെ ചർച്ചയിൽ നിന്ന് 29 പേരോളം പങ്കെടുക്കുകയും അതിൽ 13 പേർ സ്റ്റേ ചെയ്യുവാനിടയായി. PVPയുടെ ക്യാമ്പിന് സംഭാവനയായി 6000 രൂപ കൊടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് 28/7/2024 വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നടന്ന ജനറൽ ബോഡിയിൽ PVPയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും വരവ് ചെന്ന കണക്കുകൾ വായിക്കുകയും ചെയ്തു. തുടർന്ന് പൊതുസഭയുടെ അനുവാദപ്രകാരം PVPയുടെ മുൻ കമ്മിറ്റി തുടരുവാൻ തീരുമാനിക്കുകയും ആ തീരുമാനത്തെ പൊതുസഭ അംഗീകരിക്കുകയും ചെയ്തു. ഡിസ്ട്രിക്ട് താലൂക്ക് പരിശോധന 31/10/2024 വ്യാഴാഴ്ച IPC എഡ്മിനിസ്റ്റർ അമ്മിനിമംഗലം സഭയിൽ വെച്ച് PVPയുടെ താലൂക്ക് പരിശോധന ഡിസ്ട്രിക്ട് തലത്തിൽ നടക്കുകയുണ്ടായി. അതിൽ നമ്മുടെ ചർച്ചയിൽ നിന്ന് 10 പേർ പങ്കെടുത്തു. അതിൽ ദൈവകൃപയാൽ 43 പോയിന്റോടെ നമ്മുടെ ചർച്ച 1ാം സ്ഥാനം കരസ്ഥമാക്കി. സമ്മാനപരമായ PVP അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊടുക്കുന്നു. കമ്മിറ്റി തെരഞ്ഞെടുപ്പ് 10/11/2024 ഞായറാഴ്ച സഭായോഗത്തിലും PVPA കമ്മിറ്റി കൂടുകയും അന്ന് മീറ്റിംഗിൽ PVPയുടെ വിപുലമായ നടത്തിപ്പിന് വേണ്ടി സിസ്റ്റർ മെസ്സി ക്രിസ്തുവിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയും കമ്മിറ്റി അംഗമായ സിസ്റ്റർ വിനീത സുഖത്തിന് പകരം സിസ്റ്റർ ലിജി ഷിജുവിനെ PVPയുടെ കമ്മിറ്റി അംഗമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. സോണൽ താലൂക്ക് പരിശോധന 30/11/2023 ഗീതാ കാർത്തികപ്പള്ളി സഭയിൽ വെച്ച് സോണൽ താലൂക്ക് പരിശോധന നടത്തുകയുണ്ടായി. ഡിസ്ട്രിക്ട് താലൂക്ക് പരിശോധനയിൽ 1-2 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയതിൽ സോണൽ താലൂക്ക് പരിശോധനയിൽ പങ്കെടുത്ത മിക്കവരും സമ്മാനാർഹരാകുകയും ചെയ്തു. ഡിസ്ട്രിക്റ്റിൽ നമ്മുടെ ചർച്ചയിൽ 24 പോയിന്റ് ലഭിക്കുകയുണ്ടായി. തുടർന്ന് 14/12/2024 സ്റ്റേറ്റ് താലൂക്ക് പരിശോധനയിൽ പങ്കെടുക്കുവാനിടയായി. PVPA മീറ്റിംഗുകൾ പ്രവർത്തനത്തിൽ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ എല്ലാ മാസത്തിലെയും 2 ഞായറാഴ്ച സഭാ ആരാധനയെ തുടർന്ന് PVPA മീറ്റിംഗുകൾ നടന്നുവരുന്നു. തുടർന്ന് എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ കാത്തിരിപ്പുയോഗം നടത്തിവരുന്നു. കൂടാതെ PVPA കമ്മിറ്റി അംഗങ്ങൾ 50 രൂപ മാസവരിയായി നൽകിവരുന്നു. ഏകദേശം 20 ഘട്ടങ്ങൾ PVPA ഉണ്ട്. എന്നിരുന്നാലും സഭാപ്രായഭേദമന്യേ എല്ലാവരും വളരെ ഉത്സാഹത്തോടെ ദൈവം വിനിയോഗിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ PVPയുടെ മീറ്റിംഗുകൾ വളരെ അനുഗ്രഹമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. എല്ലാവരും ആ പ്രാർത്ഥനയും സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിനെ സമർപ്പിക്കുന്നു. സകലമാനവും പുകഴ്ചയും അർഹപ്പെട്ട വിജ്ഞാനം സമർപ്പിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടിനെ സഹായിക്കുന്നു. ചെലവ് 「
ജോക്കുട്ട നാളെ ഇതിന് വീഡിയോ എടുക്കാം
Thank you.